അയ്യോ, കുറച്ച് വെള്ളം താ. നീ എന്താ താഴെ? ഇവിടുന്ന് വീണതാ. എഴുന്നേറ്റ് അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കരുതിയത് ഇനി ആരും അങ്ങോട്ട് വരില്ലെന്നാ. ഞാനിവിടെ കിടന്ന് ചാവുന്ന. എന്നോടും പരമേശ്വരനോടും മക്കളോടും ഒക്കെ നീ കാണിച്ച ക്രൂരത മറക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ പട്ടിണി കിടത്തുന്നതും കൊല്ലുന്നതും മാന്യമായിട്ടുള്ളൊരു പ്രതികാരത്തിന്റെ വഴിയല്ലല്ലോ. നീ കുറച്ച് ഭക്ഷണം കഴിക്ക. ഇനിയിപ്പോ ഈ അവസ്ഥയില് നിന്നെ സഹായിക്കാൻ വന്നത് നിന്റെ പ്രീതി പിടിച്ചു പറ്റാനോ അതിലൂടെ എന്തെങ്കിലും സഹായം ചോദിക്കാനോ ആണോന്ന് നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. എത്ര ദുഷ്ടത കാണിച്ചാലും അസുഖം വന്നൊരാൾ ഇങ്ങനെ കിടക്കുന്നത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. മാറണോ വേണ്ടെന്നൊക്കെ നീ തീരുമാനിച്ചോ. അത് നിന്റെ ഇഷ്ടമല്ലേ. പക്ഷെ ഉർവശി, ജീവിതം പഠിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇപ്പൊ നിനക്ക് പഠിക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ട്. പണത്തിന്റെയും അധികാരത്തിന്റെയും പിന്നാലെ പോയ എന്താ സംഭവിക്കാന്ന് വ്യക്തമായിട്ട് നിനക്കറിയാം. നീ ആഗ്രഹിച്ചതുപോലെ എല്ലാം നേടിത്തന്നില്ലേ നിന്റെ ഭർത്താവും മോനും കൂടി. പക്ഷെ ആ നേട്ടം നേടിയ അന്നു മുതല് മനസമാധാനം എന്താന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ ഉർവശി? ഒരു ദിവസം നീ നേരെ ചൊവ്വയൊന്നും ഉറങ്ങിയിട്ടുണ്ടോ? അഹങ്കാരമൊക്കെ ഒന്ന് നിലത്തിറക്കി വെക്കും. എന്നിട്ട് ഭൂമിയിൽ തൊടുന്ന മനുഷ്യരെ പോലെ നടക്ക. എന്നിട്ട് വേണം കണ്ണു തുറന്നു നോക്കാൻ. എടി അങ്ങോട്ട് നോക്കി. പൊതിച്ചോറ് കൊടുത്ത് കാശ് വാങ്ങലും ഒരർത്ഥത്തിൽ കൈനീട്ടില് തന്നെയല്ലേ മുത്തശ്ശി? സംശയമുണ്ടോ? ആ പിന്നെ വേറൊന്നുകൂടിയുണ്ട്. ഇതുകൊണ്ടൊക്കെ എന്താവാനാ മോളെ? ഇങ്ങനെ കൈനീട്ടിക്കൊണ്ടിരുന്നാലേ ജീവിതകാലം മുഴുവൻ അവൾ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കും. അവളെ കൊല്ലാൻ നമുക്ക് പറ്റിയില്ല. എന്നാലും അവൾ ഇത്രയ്ക്ക് അതപ്പതിച്ചതിന്റെ കാരണം നമ്മള് രണ്ടുപേരും തന്നെയാ, അല്ലേ മുത്തശ്ശി? അവളും അവളുടെ ഭർത്താവ് വിചാരിച്ചതേ പ്രിയങ്കയെ അവളുടെ മുത്തശ്ശിയെയും വെല്ലുവിളിച്ച് തോൽപ്പിച്ചു കളയാവുന്ന. അതിനൊന്നും അവളും വളർന്നിട്ടില്ല, അവളുടെ ഭർത്താവും വളർന്നിട്ടില്ല. അതെ, കഴിഞ്ഞ 4-5 ദിവസം ഓഫീസിലേക്കുള്ള ഓർഡർ കുറച്ച് കൂടുതലാണല്ലോ. അതങ്ങനെ തന്നെ തുറന്നോളൂ. നാളെ മുതലേ ഒരു 11 പൊതിച്ചോറും കൂടി വേണം. കുഴപ്പമൊന്നുമില്ലല്ലോ? കഴിഞ്ഞ 4 ദിവസത്തെ ടോട്ടൽ ബില്ലും ആ 18 ഊണിന്റെ 10 ദിവസത്തെ പണവും ചേർത്ത് ഞാനിപ്പോ കൊണ്ടുവന്നിട്ടുണ്ട്. രാധിക നോക്കിയിട്ട് കണക്കെന്നോട് പറഞ്ഞാൽ മതി.
എടി നോക്ക്. മുത്തശ്ശി, ഈ പൊതിച്ചോറ് വിറ്റിട്ട് ഇവക്ക് ഇത്രയ്ക്ക് കാശൊക്കെ കിട്ടുമോ? ഇത് എന്റെ മനസ്സിൽ പോയില്ലല്ലോടി മോളെ. ഇതെന്ത് കഥയത്? ഈ നിലയ്ക്കാണ് അവളുടെ കയ്യിൽ കാശ് വന്ന് ചാടുന്നെങ്കിലേ 1 കൊല്ലം കഴിയുമ്പോ തന്നെ അവള് നമ്മളെക്കാൾ മേലെ ആവുമല്ലോ മുത്തശ്ശി. ഈ നാശം പിടിച്ചവക്ക് എവിടെന്നെങ്കിലും ഒരു രക്ഷ കിട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ. മുത്തശ്ശി, ഇനി വളരാൻ ഇവളെ വിട്ടിട്ട് നമ്മൾ കാഴ്ചക്കാരായി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അവളെ തകർക്കണമെങ്കിൽ ഇപ്പൊ തന്നെ തകർക്കണം. അവൾ ഇനി കച്ചവടം ചെയ്യണ്ട. കുറച്ചു കാലത്തേക്ക് അവൾ ഇത് ചെയ്യാൻ പാടില്ല. അല്ല മോളെ, അതിനെന്താ ഒരു മാർഗം? ആക്സിഡന്റ്.